ലിജോ റോളൻസ് കൂടി കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. ലിജോ, ഈ 11 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് അതിനിടയിൽ നിരന്തരമായി മാനസികമായും ശാരീരികമായും ഉപദ്രവം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് അതുല്യയ്ക്ക് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നതും. ക്രൂരമായ പീഡനത്തിനിരയായിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. പല മുറിവുകളും അതുല്യയുടെ ദേഹത്ത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഈ കേസ് സംബന്ധിച്ച്, ഈ കൊല്ലത്തെ കേസ് എപ്പോഴാണ് നൽകിയത്? അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? അത് പിന്നീട് പിൻവലിക്കുകയായിരുന്നോ? അമൃത, ഈ അതുല്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് ആദ്യം വരാം. അതായത് അതുല്യയുടെ അമ്മ നൽകിയ ഒരു പരാതി ഇന്ന് മകളുടെ മരണത്തിന് ശേഷം അതുല്യയുടെ അമ്മ ചവറ തെക്കുംഭാഗം പോലീസിൽ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ മകൾക്ക് നേരിട്ട പീഡനങ്ങൾ ഉൾപ്പെടെ വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു പരാതിയായിരുന്നു നൽകിയത്. ഈ പരാതിയിൽ വിശദമായ ഒരു അമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചവറ തെക്കുംഭാഗം പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അതായത് ഈ ഭർത്താവിനെതിരെ കൊലപാതക കുറ്റം ചുമത്തി, അതായത് അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൊലപാതക കുറ്റം ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത്. ശാരീരിക പീഡനം, ഒപ്പം തന്നെ സ്ത്രീധന പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകളും ചുമത്തിയാണ് ചവറ തെക്കുംഭാഗം പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇനി അമൃത ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് നേരത്തെ ഏകദേശം 12 വർഷത്തോളം ആകുന്നു ഇവരുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം. അതിന് തൊട്ട് പിന്നാലെ തന്നെ പലതരത്തിൽ പ്രധാന ഒരു വിഷയം എന്ന് പറയുന്നത്, നേരത്തെ സുഹൃത്തൊക്കെ പറഞ്ഞതുപോലെ തന്നെ മദ്യപാനം ആണ് ഒരു പ്രധാന വിഷയം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കൂടുതലായി ശാരീരിക പീഡനം ഏൽക്കേണ്ടി വന്നിരിക്കുന്നത്. അത് മാത്രവുമല്ല, ചില ബന്ധുക്കളോട് സംസാരിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇയാൾക്ക് ഈ ഭാര്യയിൽ ഒരു സംശയം ഉണ്ടായിരുന്നു. അത് കാരണം കൂടിയാണ് ക്രൂരമായി, അതായത് വളരെ ക്രൂരമായിട്ടാണ് ചില ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളം മാരകമായിട്ടാണ് അതുല്യക്ക് മർദ്ദനമൊക്കെ ഏൽക്കേണ്ടി വന്നത് എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ ക്രൂരമായി ഉപദ്രവിക്കുമായിരുന്നു. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് നാട്ടിൽ, അതായത് ഈ കേസ് രജിസ്റ്റർ ചെയ്യുകയും, അതായത് ഒരു ഡിവോഴ്സിന്റെ ഇതുവരെ എത്തുകയും, പക്ഷേ കോടതിയിൽ ഇത് നടക്കുന്ന സമയത്ത് അത് പറഞ്ഞ് അവസാനം ഒത്തുതീർപ്പായി അവർ ഒരുമിച്ച് പോവുകയുമായിരുന്നു ചെയ്തിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഏകദേശം 2 വർഷത്തോളമാകുന്നു വിദേശത്ത് പോയിട്ട് ഈ ചില സുഹൃത്തുക്കളൊക്കെ ആയിട്ട് നേരത്തെ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതിനുശേഷം ഈ സഹോദരി ഉള്ളതും ഷാർജയിൽ തന്നെയാണ്. ഈ അതുല്യയുടെ സഹോദരിയും ഷാർജയിൽ തന്നെയാണുള്ളത്. അപ്പോൾ അവരോടൊക്കെ ഈ ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു, അമ്മയോടും ഈ ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു. പക്ഷേ ഈ മകളെ വളർത്തണം, മകളെ നന്നായിട്ട് കൊണ്ടുപോകണം എന്നൊറ്റ ആഗ്രഹം കൊണ്ടായിരുന്നു ഒരുവിധം പിടിച്ചു നിന്നത്. പക്ഷേ ഈ കൂടുതൽ ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കുമ്പോൾ പോലും അത് വീട്ടുകാരെയൊക്കെ അറിയിച്ചു പോകുന്നു എന്നുള്ള ഒരു കാര്യത്തിലായിരുന്നു. പക്ഷേ ഈ വീട്ടുകാരുടെയൊക്കെ ഒരു ഉപദേശത്തിന്റെ, അവർ പറഞ്ഞതിന്റെ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ഷാർജയിലും കേസ് കൊടുക്കാനായി തയ്യാറെടുത്തിരുന്നതായിട്ടാണ് ബന്ധുക്കൾ പറയുന്നത്. പക്ഷെ അതിന്റെ ഒരു നടപടിയിലേക്ക് കടന്നു എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. ഏതായാലും ഇപ്പോൾ ഇന്ന് പുലർച്ചയോടുകൂടെയാണ് ജീവനറ്റ ശരീരം അവിടെ കണ്ടെത്തുന്നത്. ഭർത്താവ് തന്നെയാണ് പോലീസിൽ അറിയിക്കുന്നത്. പക്ഷെ അതിലാണ് കുടുംബത്തിനൊരു സംശയമുള്ളത്. ഏകദേശം അടുത്ത് തന്നെയാണ് ആ സഹോദരിയും ഭർത്താവും ഒക്കെ താമസിക്കുന്നത്. അവരെ ഈ വിവരം അറിയിച്ച് അവർ വീട്ടിലേക്ക് എത്തുന്ന സമയം കൊണ്ട് തന്നെ മൃതദേഹം ഉൾപ്പെടെയുള്ളവ ഈ അതുല്യയുടെ വീട്ടിൽ നിന്ന് മാറ്റിയിരുന്നു. അക്കാര്യങ്ങളിലൊക്കെ കുടുംബത്തിന് സംശയമുണ്ട്. ഇതെല്ലാം കാണിച്ചുകൊണ്ടാണ് ഈ കൊല്ലത്തും ഒരു കേസ് കൊടുത്തിരിക്കുന്നത്. കാരണം കൊല്ലത്ത് നേരത്തെ ഒരു കേസ് ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ആ കോടതി വ്യവഹാരങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അത് അവസാന ഘട്ടത്തിലാണ് ഒരു ഒത്തുതീർപ്പിലേക്ക് പോവുകയും ഇവർ ഒരുമിച്ച് പിന്നെയും താമസിക്കാനായി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കേസ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെയാണ് പോലീസ്, അതായത് അമ്മയുടെ മൊഴി അത്രയും ശക്തമായ ഒരു മൊഴിയുണ്ട്. മാത്രവുമല്ല, അമ്മ ഈ സന്ദേശങ്ങളും ഈ വീഡിയോ സന്ദേശങ്ങൾ ഉൾപ്പെടെയുള്ളവ പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് കൊലപാതക കുറ്റം, ഒപ്പം തന്നെ ശാരീരിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നത്. സ്ത്രീധന പീഡനം എന്നുള്ളൊരു വകുപ്പ് ചുമത്തിയിട്ടുണ്ടെങ്കിൽ പോലും വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിന് മുകളിലേക്ക് ആകുന്നത് കൊണ്ട് അത്തരത്തിൽ ഒരു വകുപ്പിന് എത്രത്തോളം അത് നിൽക്കാൻ കഴിയുമെന്നുള്ളത് ഇനി നിയമപരിശോധന കൂടെ നടത്തേണ്ടിയിരിക്കുന്നു. അമൃത, ഇനിയിപ്പോൾ ഈ മൃതദേഹം ഇപ്പോഴും അവിടെ തന്നെയാണല്ലോ ഉള്ളത്. അത് സംബന്ധിച്ച് എന്തെങ്കിലും കുടുംബം പറയുന്നുണ്ടോ? അങ്ങനെ ആ കാര്യങ്ങൾ അറിയാമോ ലിജോ? സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഈ വിദേശ നാടുകളുടെ ഒരു രീതി അനുസരിച്ച്, അറബ് നാടുകളുടെ ഒരു രീതി അനുസരിച്ച് ഇനി എന്തെങ്കിലും നടപടികൾ നടക്കണമെന്നുണ്ടെങ്കിൽ അത് തിങ്കളാഴ്ച ആയിരിക്കുമെന്നുള്ളതാണ് ഈ ബന്ധുക്കളോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം. അപ്പോൾ തിങ്കളാഴ്ചയായിരിക്കും ഈ ഒരു കേസിലെ തുടർ നടപടികൾ, അതായത് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ ഇനി നടക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ തിങ്കളാഴ്ച നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമായിരിക്കും
മറ്റു കാര്യങ്ങൾ, അതായത് ഈ കേസ് മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ നടപടികൾ പൂർത്തിയാക്കാനായി വൈകും എന്നുള്ളതാണ് എനിക്ക് ലഭിക്കുന്ന ഒരു പരിമിതമായ അറിവ്. കാര്യം കൂടുതൽ ഷിനോജിന് അറിയാൻ കഴിയുമെന്നാണ് എന്റെ പ്രതീക്ഷ. അപ്പോൾ അത്തരത്തിലൊരു കാര്യത്തിലേക്ക് പോകുമ്പോൾ, കാര്യം നാട്ടിലും കേസുണ്ട്, കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് തുടർ നടപടി എന്നുള്ളത് ഇവർ ഈ അഭിഭാഷകരോടൊപ്പം തന്നെ ഇപ്പോൾ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവരുടെ അടുത്ത, അതായത് ബ്ലഡ് റിലേഷനിലുള്ള സ്വന്തം സഹോദരി തന്നെ ഇപ്പോൾ ഷാർജയിലുണ്ട്. ഈ സഹോദരിയുടെ ഭർത്താവ് ഉൾപ്പെടെയുള്ളവർ പല ഓഫീസുകളിലും ഇതുമായി ബന്ധപ്പെട്ട് ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.